ദൈവത്തിന് സ്തോത്രം. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രഭാതത്തിലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിച്ചുകൊണ്ട് അനുഗ്രഹത്തോടെ മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 1 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായം 58-ാം വാക്യം വായിക്കുന്നു. 1 കൊരിന്ത്യർ 15-58. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കൊണ്ട് കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവീൻ. പ്രിയരെ, ദൈവവേലയിൽ പ്രയോജനപ്പെടുന്നവരെ ബലപ്പെടുത്തിക്കൊണ്ട് കൊരിന്തിലെ സഭയ്ക്ക് ലേഖനം എഴുതുകയാണ്. വ്യത്യസ്തമായ നിലകളിൽ തിരുനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നവരെ പ്രോത്സാഹിപ്പിക്കുവാൻ, ശക്തീകരിക്കുവാൻ, ആത്മാവിൽ അവരെ ധൈര്യപ്പെടുത്തുവാൻ എഴുതിയിരിക്കുന്ന വരികളാണിത്. ഇന്ന് പകൽ ഈ വരികൾ നമുക്ക് ആത്മശക്തിയെ പ്രദാനം ചെയ്യട്ടെ. ഇവിടെ എഴുതിയിരിക്കുന്ന ഒന്നാമത്തെ കാര്യമാണ്, എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ. ആമേൻ. 3 കാര്യങ്ങളാണ്. 1, നിങ്ങൾ ഉറപ്പുള്ളവരാകണം. ഈ പ്രഭാതത്തിലും ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ, നന്മകളെ പ്രാപിക്കുവാൻ അടിസ്ഥാനപരമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട അനുഗ്രഹിക്കപ്പെട്ടൊരവസ്ഥയാണ് ഉറപ്പുള്ളവരായിരിക്കുക എന്നത്. എത്ര പേരാ ചഞ്ചല ഹൃദയത്തിൻ്റെ ഉടമസ്ഥരായി പിന്മാറ്റത്തിലേക്ക്, പഴയതിലേക്ക് ഒക്കെ വഴുതി വീഴുകയും പിന്മാറിപ്പോവുകയും ചെയ്തത്. ഇന്ന് ക്രിസ്തീയ അനുഭവങ്ങൾക്കകത്ത്, ക്രിസ്തീയ പ്രവർത്തനങ്ങൾക്കകത്ത് കൃപയാൽ പ്രതിസന്ധികളുണ്ടെങ്കിലും പ്രതികൂലങ്ങളുണ്ടെങ്കിലും ശത്രു പ്രബലനായിട്ട് മുൻപിൽ വന്നാലും നാം ഉറപ്പുള്ളവരായി മാറണമെന്ന് തിരുവചനം നമ്മോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സന്ദേശം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയിൽ, ആരാധനയിൽ, ദൈവകൃപയിൽ, വിശുദ്ധിയിൽ, ദൈവത്തിൻ്റെ വേലയിൽ, തിരുവചന ധ്യാനത്തിലൊക്കെ നമ്മെ ഉറപ്പിക്കുന്ന ദിവസമായി തീരട്ടെ. ഒരു തീരുമാനമെടുക്കുവാൻ കഴിയാതെ, നന്നായിട്ട് മുൻപിലോട്ട് പോകുവാൻ കഴിയാതെ കുറച്ച് ദിവസം പ്രാർത്ഥിക്കും, പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഒന്ന് ദൈവത്തെ ആരാധിക്കും, എന്നാൽ മനസ്സ് ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ള വെല്ലുവിളികളുടെ നടുവിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രഭാതം ദൈവം ചിലരെ ഉറപ്പിക്കുന്ന പ്രഭാതമായി തീരട്ടെ. അതുകൊണ്ടായി വാക്യം പറയുന്നത്, എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും. 2ാമത്തെ കാര്യം എഴുതിയിരിക്കുന്നു, കുലുങ്ങാത്തവരും. ആമേൻ. ജീവിതത്തിന് നേരെ പ്രതികൂലങ്ങൾ വന്നാൽ, പ്രവർത്തനങ്ങൾക്ക് നേരെ പ്രതിസന്ധികൾ വന്നാൽ, പിടിച്ചു നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നിലനേകം പ്രതിസന്ധികൾ എഴുന്നേറ്റ് വന്നാൽ അതിനകത്ത് കുലുങ്ങാതെ നിൽക്കാൻ തക്കവണ്ണം ദൈവം കൃപ നൽകി തരട്ടെ. ആമേൻ. തള്ളിയിടുമെന്നും തകർക്കുമെന്നും നാളെ കാണാൻ അനുവദിക്കത്തില്ലെന്നും കുഞ്ഞുങ്ങളെ അനാഥരാക്കുമെന്നും അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെ കൊണ്ടിടുമെന്നും പിശാചും ലോകവും സാഹചര്യവും ഒരുപോലെ വെല്ലുവിളിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ആകുലരായി കുലുങ്ങിപ്പോകാനല്ല ദൈവവചനം നമ്മോട് പറയുകയാണ്, നമ്മൾ കുലുങ്ങാത്തവരായിരിക്കണമെന്ന്. 2 കാര്യങ്ങൾ. 1, നമ്മൾ ഉറപ്പുള്ളവരായിരിക്കണം. 2ാമത്തെ കാര്യം തിരുവചനം പറയുന്നത്, നമ്മൾ കുലുങ്ങിപ്പോകാത്തവരാകണം. ദൈവകൃപയാൽ അങ്ങനെയുള്ള ആത്മിക അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരട്ടെ. കുലുങ്ങാത്തവരും. അടുത്ത പദം എഴുതിയിരിക്കുന്നത്, ആമേൻ, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട പരമപ്രധാനമായ ഒരു കാര്യം ഇതാണ്, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ഏതെങ്കിലും പ്രയത്നങ്ങൾക്കകത്ത് നമ്മൾ ഭാഗമാകുന്നു എങ്കിൽ
അതൊരിക്കലും വെറുതെ ആയി പോകുന്നില്ല. അത് ഫലപ്രാപ്തിയിൽ എത്തിച്ചേരും. അതിനൊരു പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. ഈ വാക്യം അങ്ങനെ എഴുതിയിരിക്കുന്നത്. കർത്താവിന്റെ വേലയിൽ തിരുനാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ഈ ആയുസ്സിൽ അവസരം കിട്ടുന്നെങ്കിൽ സ്തോത്രത്തോടും പ്രാർത്ഥനയോടും വിശുദ്ധിയോടും അത് ചെയ്യേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ആമേൻ. ഉറപ്പുള്ളൊരനുഭവത്തിൽ, കുലുങ്ങാത്തൊരനുഭവത്തിൽ, ക്രിസ്തുവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി എന്തു ചെയ്താലും അതിന് പ്രതിഫലമുണ്ട് എന്ന് തിരിച്ചറിയുന്ന ആത്മിക അനുഭവത്തിലേക്ക് ഈ പ്രഭാതത്തിൽ നമുക്ക് കാല് വെച്ച് കയറാമോ? നിശ്ചയമായിട്ട് നമുക്ക് ഹൃദയങ്ങളോട് പറയാം, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ഞാൻ അധ്യധ്വാനം ചെയ്യുമ്പോൾ പ്രതിഫലം തരുവാൻ ലോകത്തിന് ഒരു കരവും നീണ്ടില്ല എങ്കിലും, പ്രതിഫലം തരുവാൻ ലോകത്തിൽ ആരുമില്ല എങ്കിലും, ഈ വാക്യം നമ്മോട് പറയുകയാണ്, കർത്താവ് പ്രതിഫലം നൽകി തരുന്നവനാണ്. പ്രിയരെ, നിശ്ചയമായും ദൈവപ്രവൃത്തി നാം ഇന്ന് ആയിരിക്കുന്ന സാഹചര്യങ്ങൾക്കകത്ത് വെളിപ്പെടുന്ന പ്രഭാതമായിരിക്കട്ടെ. അതുകൊണ്ട് എഴുതിയിരിക്കുകയാ, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവീൻ. ആമേൻ. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വേലയിൽ നമ്മൾ ഉത്സാഹമുള്ളവരായി തീരണം. ദൈവവേലയിൽ നമ്മൾ പങ്കാളികളായി തീരണം. ദൈവവേലയിൽ നമ്മുടെ ആരോഗ്യവും കഴിവും താലന്തുകളും പണവുമെല്ലാം സ്വമനസ്സോടെ ഏൽപ്പിച്ചു കൊടുക്കണം. അതിന് നമുക്ക് കഴിയണം. ഈ വാക്യം എഴുതിയിരിക്കുന്നു, അവന്റെ വേലയിൽ വർദ്ധിച്ച് വരുന്നവരുമാകുവീൻ. ദൈവവേലയുടെ മുഖം ചുമക്കേണ്ടതിന്, അതിന്റെ ഭാരം സ്വയം ഏറ്റെടുക്കേണ്ടതിന് ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, 1-ാം നൂറ്റാണ്ട് തുടങ്ങി ഇന്നുവരെ ആത്മിക ചരിത്രം പരിശോധിച്ചാൽ അറിയാം, എല്ലാ കാലത്തും ദൈവത്തെ സേവിക്കുന്ന ഒരു തലമുറ. ഭയാനകമായ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും 1-ാം നൂറ്റാണ്ടിലെ കൊച്ചു സഭയ്ക്കെതിരെ അഴിച്ചുവിട്ടിട്ടും സഭ തളർന്നു പോയില്ല, തകർന്നു പോയില്ല. എന്താ കാര്യമെന്നറിയാമോ? ആമേൻ. ക്രിസ്തുവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ഒരു നഷ്ടമല്ല, ലാഭമാണ് എന്ന് ഒരു തലമുറ തിരിച്ചറിഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ 3-4 കാര്യങ്ങൾ ഒരുമിച്ച് ഈ വാക്യത്തിനകത്ത് ഞാൻ പറഞ്ഞു. ഒന്ന്, നാം എങ്ങനെയുള്ളവരാകണം? ഉറപ്പുള്ളവരാകണം. രണ്ടാമത്തെ കാര്യം ഇതാണ്, കുലുങ്ങിപ്പോകാത്തവരാകണം. മൂന്നാമത്തെ കാര്യമാണ്, ആമേൻ, നാം പ്രവർത്തിക്കുന്നത് വെറുതെ അല്ല എന്ന് തിരിച്ചറിഞ്ഞ്, നാലാമത്തെ കാര്യം, കർത്താവിന്റെ വേലയിൽ അനുദിനം നമ്മൾ വർദ്ധിച്ചു വരണം. വേലയ്ക്ക് ചുവൽ കൊടുക്കേണ്ടതിന്, ദൈവവേലക്കാരായി എഴുന്നേൽക്കേണ്ടതിന്, മിഷണറി പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ടതിന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചില ഹൃദയങ്ങളോട് ഇടപെടട്ടെ. ഈ ദിവസത്തിന്റെ ഉയർച്ചയ്ക്കു വേണ്ടി, നന്മയ്ക്കു വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കുന്ന ഇടത്ത് കുഞ്ഞുങ്ങൾ ദൈവത്താൽ സൂക്ഷിക്കപ്പെടേണ്ടതിന് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധ ദൈവമേ, സ്വർഗസപിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ. അവരുടെ അവസ്ഥകളും സ്ഥിതികളും ഒക്കെ മാറട്ടെ. ദൈവത്താൽ നന്മ പ്രാപിച്ചെടുക്കട്ടെ. ബലമുള്ള കരങ്ങളിൽ ഓരോരുത്തരെയും വഹിക്കും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.